മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. പൊന്നേമാനെ പറ്റിച്ചതല്ല. ഇണ്ടി പോവരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു, പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു, സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ, തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ദേ, ഇന്ന് പ്രായശ്ചിത്തം ചെയ്യാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് ഒരു പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടയ്ക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ കരയാമ്പൂ. കോഴിയുടെ വേവ് ഇത്തിരി കൂടിയോന്ന് എനിക്കൊരു സംശയം. ഉമ്മറേ, പാഴ്സൽ റെഡിയായോ? സാറേ, എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 31 രൂപ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരാ ഗുണം പിടിക്കാത്ത? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിന് അത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. നമ്മുടെ സാധനം എവിടെ? ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഒന്ന് നിൽക്കുക ചേട്ടാ, ഒന്ന് പിടിച്ചേ. നിക്കണ്ട, പോര്, അവര് കുഴപ്പക്കാരാ. ഒന്ന് നിൽക്കാൻ. അയ്യേ, നിൽക്കാൻ പറഞ്ഞപ്പോ കിടന്ന് ഓടുക. പഴയ MD-യുടെ മകള് പുതിയ MD ആയിട്ട് ചാർജ് എടുക്കുന്നെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് പറയായേ. മീര ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നിങ്ങൾ പോയി ജോലി ചെയ്യേ, പിന്നെ സംസാരിക്കാം. വേണ്ട, ഇപ്പൊ തന്നെ സംസാരിക്കാം. മൈ ഡിയർ MD, നിർഭാഗ്യവന്മാരായ 5 ലേബേഴ്സാണ് ഞങ്ങള്. പഴയ MD ഞങ്ങളെ സ്ഥിരപ്പെടുത്താന്ന് വാക്ക് തന്നിരുന്നത്. ഞങ്ങൾക്ക് ബോണസ് ഇല്ല, പ്രോഡ ഫണ്ട് ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, ഇൻക്രിമെന്റിൽ ഒരു മണ്ണാങ്കട്ട ഇല്ലെന്നേ. എന്നാൽ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി വെറും 0%. ഇൻക്ലാബ് സിന്ദാബാദ്. നിർത്തോ, സംസാരിക്കുന്നിടല്ലേ തന്റെ ഇൻകുലാബ് വിളി. ഇൻകുലാബിന് നേരം കാലം നോക്കാണ്ടോ? വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ. ശരി, തൽക്കാലം നിർത്ത്. അപ്പൊ പുതിയ MD-യുടെ അച്ഛൻ പഴയ MD-യുടെ വാക്ക് പാലിക്കാൻ പുതിയ MD തയ്യാറാവണം. ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം. നിർത്തോ. തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? 1-2 മുദ്രാവാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചെന്ന് വെച്ച് അത് എല്ലായിടത്തും കയറി അലർന്നത് ശരിയല്ല. ഡാഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കമോൺ. എന്റെ പൊന്ന് മാനേജർ സാറേ, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഭാവി താങ്കൾ പാര വെച്ച് നശിപ്പിക്കരുത്. അങ്കിൾ, ഡാഡി പറഞ്ഞതല്ലേ, ഇവരെല്ലാരും ഇന്ന് തന്നെ സ്ഥിരപ്പെടുത്താം. അങ്ങനെ ചെയ്യാം, പക്ഷെ എല്ലാരും നന്നായി ജോലി ചെയ്യണം. ഓ, ഏറ്റു. പുതിയ MD നീണാൾ വാഴട്ടെ. പുതിയ MD നീണാൾ വാഴട്ടെ. പുതിയ MD നമ്മുടെ MD. കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി. ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്തേതൊന്നും അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ട് ഞാൻ ഒടിക്കും. അഹങ്കാരി. പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിക്കണം. നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മിണ്ടി പോറത് നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചി എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. Yes. No. What? Yes. Who are you? വേല ഇറക്കണ്ട. വീട്ടിൽ ചെന്നപ്പോ 5 മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. തൊണ്ട പൊട്ടുമാറ് പുതിയ MD നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചട്ടകസിച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത്. ഇത് കോളേജാണ്. കോളേജൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്താ മീര, ആരെയാള്? അത് ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്, അപ്പൊ മനസ്സിലാക്കിയ പോരെ. കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ 5 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത. ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ. അതിപ്പോ ഞാൻ നാളെ ഫാക്ടറിയിൽ വരുമ്പോ. ഫാക്ടറിയിൽ വരണ്ട, തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി. എന്താ മീര പ്രശ്നം? ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കാണോ? ബ്ലാക്ക്മെയിൽ ചെയ്താൽ താൻ എന്ത് ചെയ്യും? ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്ക് നിൽക്കുന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. അടിച്ചു മുക്കിന് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒപ്പിടം ഡി. തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. നേരം പോകുന്നു. ഞാൻ കുര്യനങ്ങളിൽ ഫോൺ ചെയ്ത്. ആ കളി വേണ്ട. ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. താങ്ക് യു. ഒന്ന് മറിയേ. വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന 4 അക്ഷരം പഠിക്കാൻ നോക്കു വച്ചേ. എന്തേ തന്നോടും കൂടിയാ? ഈ വീട് ഒരു കൊട്ടാരം തന്നെയാണേ. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗ് ഇല്ല, താൻ വെക്കോ. 50 രൂപ. ഞാനൊരു SI ആണ്.
SI KP അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്. തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഓടെ ഇന്നത്തെ ആളുകൾക്ക് പോലീസിന് പേടിയില്ലാന്ന് തോന്നണി. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലം ഉറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു. ഒന്ന് പറഞ്ഞേ. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോപ്പിച്ച്. നമ്മൾ മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? ചോന്നു ഉപ ചുമന്നുണ്ട്. എന്നെ നോക്കിയേ. ആ കണ്ണി വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ? ഇപ്പൊ ശരിയായോ? വരത്തില്ല. ചെല്ലു ചെല്ലു. മോളത് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ അച്ഛനും അമ്മയും പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ. പത്രത്തിൽ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി കണ്ടു നോക്കിയേ. ശാന്ത മറ്റു കൊടുത്തു. അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയോ? ചാന്തേ, ഇറങ്ങടാ വെളിയിൽ. ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ. ആ വിട്ടത്തി ഇങ്ങോട്ട് എടുക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ? ഓ ചാന്തേ, ആ സ്നേഹം കണ്ടു. അധികം നേരം ആയിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ, ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ. എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞു പോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട. ഒന്നും വേണ്ട. ഞാനൊരു SI യാ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും ഓട്ടെ മക്കളെ. എന്നാ പൊന്നുസ്റ്റേട്ടാ, രണ്ടാളെയും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടിയെടുത്ത് ശാന്തേ. സർ, അനന്തം വക്കീൽ ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ? എന്തിനാ? ഒന്ന് കാണാനാ. വല്ല വക്കാലത്തും കൊടുക്കാനാ? ഉവ്വ്, കാണാൻ എന്താ വഴി? ചെല്ല് അവിടെ ഉണ്ട്. കോടതി മുറിക്കിടന്ന് വയറക്കുന്ന കണ്ടു. സാർ, എങ്ങനെ സാർ, അനന്തം വക്കീലിന് കേസൊക്കെ ഉണ്ടോ? താൻ എവിടെ നിന്ന് വരിക? ഞാൻ ബോംബെയിലെ കാലത്ത് വന്നതാണ്. ബോംബെന്ന് ഇവിടം വരെ താൻ അനന്തം വക്കീലിന് വക്കാലത്ത് കൊടുക്കാൻ വന്നതല്ലേ? താൻ ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും മനുഷ്യത്വത്തിന്റെ പേര് പറയുക. അയാൾക്ക് വക്കാലത്ത് കൊടുത്താൽ താൻ കുടുങ്ങും, വാദി പ്രതിയാകും. അനന്തം വക്കീലിന്റെ പേര് ആര് പറഞ്ഞു തന്നത് എനിക്ക്? ഞാൻ അനന്തം വക്കീലിന്റെ മകനാണ്. താൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടൂ. തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത്. തങ്കപ്പ ഒന്ന് പതുക്കെ പറ, ഞാൻ ഒരു വക്കീലാണ്. താൻ എവിടുത്തെ വക്കീലാടൂ? മൂന്നാം സാക്ഷിക്കും നാലാം സാക്ഷിക്കും പ്രതിയോടുള്ള വ്യക്തിവരാക്കും തെളിയിക്കാനുള്ള മുഴുവൻ സംഭവം തനിക്ക് ഞാൻ ഓതി തന്നല്ലേ. അതിലൊരു വാക്കെങ്കിലും താൻ പറഞ്ഞോടൂ. അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത്. തങ്കപ്പ, നമ്മൾ വിചാരിച്ച പോലല്ല, സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടൂ. IPC 244 പ്രകാരം. താൻ മിണ്ടിപ്പോരുത്. തന്റെ IPC ഞാൻ കുറെ കേട്ടതാ. ഒടുക്കവന് പോലീസ് കൊണ്ടുപോയി. താൻ നശിച്ചു പോകത്തല്ലോ. തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹമായിരിക്കും. നോക്കിക്കോ. ആ, നീ വന്നോ? ഞാൻ ടെലഗ്രാം അയച്ചിട്ട് എത്ര ദിവസമായി ദിനകര? ടെലഗ്രാം അയക്കുമ്പോൾ അതിന്റെ കൂടെ വണ്ടിക്കൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു. ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത്. അപ്പൊ നിനക്ക് അവിടെ ജോലിയൊന്നും ഇല്ലായിരുന്നോ? ഉവ്വ്, ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു. എന്തിനാ ഇപ്പൊ എന്നെ കമ്പിയടിച്ച് വരുത്തിയത്? പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു. ഉവ്വ്, ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് ജീപ്പ് കയറി പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ തിരിച്ചെടുക്കാൻ പാടാ. വന്ന് അന്ന് തൊട്ട് ഇതിനകത്ത് കയറി കിടക്കുക. അങ്ങോട്ട് എഴുന്നേക്കാൻ.
ആ പെണ്ണ് ചെമ്മീൻ കമ്പനിയിലോട്ട് പോകാന്ന് പറയുന്നത് കേട്ടു. കൂടെ ചെല്ലുന്നെങ്കിൽ ചെല്ല്. എന്നിട്ട് അവിടുത്തെ വരവെത്ര, ചെലവെത്ര, കയറ്റുമതി എങ്ങനെ, ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി എന്ന് ജോലിക്കാർക്കും ഒന്ന് തോന്നട്ടെ. ദേ എല്ലാത്തിനും ഒന്ന് വരട്ടി വിട്ടേക്ക്. ഓക്കെ, നല്ല തെറി വിളിക്കാം. എന്റെ സങ്കടം അതല്ല എന്റെ ദൈവമേ. പിന്നെ നിന്റെ സങ്കടം എന്താ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വിലസി കൂടായിരുന്നോ മനുഷ്യ? മതി, നിർത്ത്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഛെ, എന്റെ ഈശ്വര, ഒരു തുണി എടുത്തു കൊടുത്തൂടെ മനുഷ്യ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി, അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാ. പിന്നെ ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അമ്മാവാ, ഒരു കാര്യം ചെയ്യാം, പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചു വിടുക. അതെന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇത് ഇയാളാരാ? നമ്മളാരാ? പറഞ്ഞു കൊടുക്കടോ. മീരക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കലേ. ഓ, പുന്നൂസ്, ഓ, ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്ക് എന്നെ കൊണ്ടുപോകണം. ഇവിടുത്തെ കഴിഞ്ഞു. ഹോ, ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി. ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്തതിന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട്. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. ഇനിയിപ്പോ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോ? മോളെ, എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം. ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. നാട് നീളെ നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം. കാവും പുറത്ത് അടിയോടി കുടുംബം എന്ന് കേട്ടാൽ നാട്ടുകാർ നടണം. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത പല കഴുതകളെയും നമുക്ക് ജോലിന് പിരിച്ചു വിടേണ്ടതായി വരും.